എന്റെ മുതലാളി സിന്ദാബാദ്, എന്റെ മുതലാളി സിന്ദാബാദ്. എന്റെ മുതലാളി കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. സിന്ദാബാദ് സിന്ദാബാദ്, എന്റെ മുതലാളി സിന്ദാബാദ്. പൊട്ടിപ്പോയേ പൊട്ടിപ്പോയേ, വെടിതീർന്നേ, തൊഴിലാളി വന്ന് വെടിതീർന്നേ. ചെന്ന് കമ്പോളത്ത് നോക്ക്, ബന്ധവിടെ പൊട്ടിക്കിടക്കുക. ആ എന്റെ മുതലാളി സിന്ദാബാദ്. മുതലാളി മുതലാളി മുതലാളി, പൊട്ടി പൊളിഞ്ഞു പോയി മുതലാളി, പൊട്ടി പാളീഷായി. എന്തോന്ന്? അവന്മാരുടെ പന്ത് അല്ലല്ല ബന്ത്. നേരാണോടാ? ആ, കമ്പം പൊട്ടുന്നത് പോലെ 8 നില പൊട്ടി. ആ, കാണാൻ എന്തൊരു ശേലെ. അപ്പോൾ നമ്മൾ ജയിച്ചല്ലോടാ. മുതലാളിക്ക് സംശയമാണെങ്കിൽ കാരെടുത്ത് കമ്പോളത്തിലുണ്ട്. ഒറ്റ ഒരുത്തൻ കടബോധം തുറന്നിട്ടില്ല, അവിടെങ്ങും ഒരീച്ച പോലും പറക്കത്തില്ല. മുതലാളി ഇപ്പോഴും മധുരമുള്ള ചായയാണോ കുടിക്കുന്നത്? ഞാൻ ഡോക്ടറോടൊന്ന് പറയട്ടെ. ഇങ്ങോട്ട് മാറി നിൽക്കടാ. കൊല്ലപ്പെട്ടയാൾ നിന്റെ ആരാണ്? ഞങ്ങൾ വർഷങ്ങളായി ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ്. സംഘട്ടത്തിനിടയിൽ അവൻ എങ്ങനെയാ കുത്തേറ്റത്? ഞങ്ങളാരും ഇന്നലെ പണിമുടക്കി പങ്കെടുത്തിട്ടില്ലായിരുന്നു. ഹർത്താലിന്റെന്ന് പണി ചെയ്യുന്നവരെ കാച്ചുകളയുമെന്ന് കുഞ്ഞാലിക്ക പറഞ്ഞിരുന്നു. മാറില്ലടാ. മൂന്നര കാര്യം പറടാ. ഞങ്ങൾ രാവിലെ ജോലിക്ക് വരികയായിരുന്നു. എന്റെ മുൻപിലിട്ടാണ് കുഞ്ഞാലി എന്റെ കൂട്ടുകാരനെ കുത്തിക്കൊന്നത്. ചോര ഒലിച്ച് അവൻ എന്റെ കയ്യിൽ കിടന്നാണ് മരിച്ചത്. സാർ, അവൻ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അവൻ എന്നെയും കുത്തിക്കൊല്ലും. ഞാൻ ആവശ്യപ്പെടുമ്പോഴൊക്കെ സ്റ്റേഷനിലേക്ക് വരേണ്ടി വരും. വെരി ഗുഡ്, മിടുക്കൻ. ഇതാ 1000 രൂപയുണ്ട്. ഐ ആം വെരി സോറി മിസ്റ്റർ മധു. നിങ്ങൾ അല്പം കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ കൊലപാതകവും കൊള്ളവയ്പും ഒഴിവാക്കാമായിരുന്നു. സാർ, ഞാൻ ഇന്നലെ രാത്രിയിൽ എല്ലാ നടപടികളും എടുത്തിരുന്നു. മിസ്റ്റർ ശേഖരനും അക്രമങ്ങൾ ഒഴിവാക്കാൻ ചിലതൊക്കെ ചെയ്യാമായിരുന്നു. നോ നോ, എത്ര പേരുടെ ജീവനാണ് പോലീസിന് ഇപ്പോൾ സമാധാനം പറയേണ്ടി വന്നിരിക്കുന്നത്? ഇന്നലെ രാത്രി കുഞ്ഞാലിയെ തന്ത്രപൂർവ്വം ഞാനൊരു മുറിക്കകത്തിട്ട് പൂട്ടി. ആരാണ് ഈ കുഞ്ഞാലി? എന്താണ് നിങ്ങൾ അവനും തമ്മിലുള്ള ബന്ധം? കളങ്കമില്ലാത്ത സ്നേഹബന്ധമായിരുന്നു ഞങ്ങളുടേത്. ആ, ബൈ ദ വൈ മിസ്റ്റർ മധു, സാർ, ഞാൻ മുൻപ് സൂചിപ്പിച്ചിരുന്ന കള്ളക്കടത്തിന്റെ കേസ് ഫയൽ തമിഴ്നാട് പോലീസ് അയച്ചു തന്നിട്ടുണ്ട്. ഇതാ. കേസിനെ സംബന്ധിക്കുന്ന പൂർണ്ണ വിവരങ്ങൾ ഇതിലുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട് അതിർത്തിയിൽ വെച്ച് ഒരു കോൺസ്റ്റബിളിനെ കൊലപ്പെടുത്തുകയും കള്ളക്കടത്ത് നടത്തുകയും ചെയ്യുന്ന 2 പ്രധാന കുറ്റവാളികളുടെ ഫോട്ടോ ഇതിലുണ്ട്. നീ അവനെ തുറന്നിട്ടാണ് ഈ കുഴപ്പം എല്ലാം ഉണ്ടായത്. ചേട്ടാ, കുഞ്ഞാലിക്കയുടെ സങ്കടം കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അവൻ ഞാനിവിടെ ഇല്ലാത്ത പോയവരിനോടി മേലാൻ അവനോട് വരാനും പച്ചവെള്ളം കൊടുക്കാനും ഇടയായിരുന്നു. ചേട്ടാ, നീ വിചാരിക്കും പോലെയല്ല. അവനിന്ന് 2 കൊലക്കേസിലെ പ്രതിയും കള്ളക്കടത്തുകാരനും കൂടിയാണ്. കുഞ്ഞാലിക്കയ്ക്ക് ഒരിക്കലും ഒരു കള്ളക്കടത്തുകാരനോ കൊലപാതകയോ ആകാൻ കഴിയില്ല ചേട്ടാ. പോലീസിന് വ്യക്തമായ എല്ലാ തെളിവുകളും കിട്ടിയിട്ടുണ്ട്. 2 ദിവസത്തിനകം ഞാൻ അവനെ അറസ്റ്റ് ചെയ്യും. കൊലമരവും കാത്തു കഴിയുന്ന കൊലയാളിയാണ് അവൻ. അവന് വേണ്ടി വാദിക്കുന്നവരാരായാലും ശരി ഈ വീട്ടിൽ സ്ഥാനമില്ല. എങ്കിലും എന്റെ കുഞ്ഞാലിക്ക ഒരു കൊലപാതകയും കള്ളക്കടത്തുകാരനുമാണെന്ന് കേട്ടപ്പോ എന്റെ മനസ്സ് മരവിച്ചു പോയി. എനിക്ക് വേണ്ടി എന്റെ പെങ്ങളെ നീ സങ്കടപ്പെടണം. എന്റെ പെങ്ങളോട്
ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. കൊള്ളക്കാരനാണ് ഞാൻ, പക്ഷേ കൊലപാതകയല്ല. ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് അങ്ങനെ ആകേണ്ടി വന്നു. ചേട്ടൻ പറഞ്ഞത് ശരിയാണല്ലേ? ഞാൻ ഒരിക്കലും കുഞ്ഞാലിക്കോട് മിണ്ടില്ല. എന്നെ കാണാൻ ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരണ്ട. എന്റെ പൊന്നു പെങ്ങൾ എന്നോട് ക്ഷമിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് മേ കം ഇൻ സർ? പ്ലീസ് ബി സീറ്റഡ്. താങ്ക് യു സർ. പേര് മധു എന്നല്ലേ? യെസ് സർ. 2 വർഷം മുമ്പ് കേരളത്തിൽ നിന്ന് കാണാതെ പോയ ഷിപ്പിന്റെ പേര്? കൈരളി. ദാറ്റ്സ് റൈറ്റ്. പഞ്ചാബിന്റെ തലസ്ഥാനം? ചണ്ഡീഗഡ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ പേര്? ഇന്ദിരാഗാന്ധി. അമേരിക്കൻ പ്രസിഡന്റിനെ അറിയാത്ത ഒരാൾ ഈ ജോലിക്ക് യോഗ്യനല്ല. അമേരിക്കൻ പ്രസിഡന്റ് റീഗനാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മകളുടെ ഭാവിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ജോലി എനിക്ക് തരുമോ? സോറി മിസ്റ്റർ മധു, നിങ്ങൾക്ക് വേണ്ടത്ര എക്സ്പീരിയൻസ് ഇല്ല. ഉണ്ട് സാർ, ആവശ്യത്തിലധികം എക്സ്പീരിയൻസ് ഉണ്ട്. ജോലി ചെയ്തല്ല, അന്വേഷിച്ചു. ഇതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഓഫീസേഴ്സ് വിളിച്ച ഇന്റർവ്യൂ കോൾസ് ഈ ഫയലിലുണ്ട്. ദാ. കുഞ്ഞാലി, കുഞ്ഞാലി, കുഞ്ഞാലി എന്നെ ഓർക്കുന്നില്ലേ? അന്ന് മാർക്കറ്റിലുണ്ടായ കൂലിത്തർക്കത്തിൽ നിന്നും നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തി ഓർക്കുന്നില്ലേ? ഓർക്കുന്നുണ്ട് സാർ. നമസ്കാരം സാർ. നമസ്കാരം. ആ, അതൊക്കെ പോട്ടെ, ഇവിടെ എന്തിനു വന്നു? ഞാൻ വന്നത്... വരൂ, എന്റെ റൂമിലിരുന്ന് സംസാരിക്കാം. മധുവിന് എസ് ഐ സെലക്ഷൻ കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞതല്ലാതെ മറ്റൊരു മാർഗമില്ല. അതിനിപ്പോ 10,000 രൂപയ്ക്ക് ഞാൻ എവിടെ പോകും സാർ? രൂപ കുഞ്ഞാലി സംഘടിക്കണം. കാര്യം ഞാൻ സഹായിച്ചു തരാം. ശരി സാർ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇത്തവണ ജോലി ഒത്തു കിട്ടിയെന്ന് നിന്റെ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി. കുഞ്ഞാലി, ഇത്തവണ ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. നിന്നോടൊപ്പം കൂലിപ്പണിക്ക് വരാൻ എന്നെ അനുവദിക്കണം. മധു, നീ എന്താണ് ഈ പറയുന്നത്? നിന്റെ അച്ഛൻ എന്നെ മടിയിലെത്തി വാരിത്തന്ന ചോറിന്റെ രുചി എന്റെ നാവിൽ നിന്ന് മാറിയിട്ടില്ല. നിന്നെ ഒരു വലിയ ഉദ്യോഗസ്ഥനായി കാണണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മോഹം. ഈ കുഞ്ഞാലിക്ക് ജീവനുണ്ടെങ്കിൽ അത് നടക്കും. നീ വരൂ. ആശാനോ? ഹായ്, ഇരിക്ക്. ഭയങ്കര കൊതു. പിന്നെ ആ കാശിന്റെ കാര്യം വല്ലതും ശരിയായോ? പരിചയമുള്ള എല്ലാവരോടും ഞാൻ ചോദിച്ചു, പക്ഷെ ഒരു രക്ഷയുമില്ല. എങ്ങനെയും മധുവിന് ഞാൻ ആ ജോലി വാങ്ങിക്കൊടുക്കും. ആ, നമ്മൾ ഇന്നലെ കണ്ട കള്ളക്കടത്തുകാരൻ, അയാൾ തന്ന സാധനം അതിർത്തി കടത്തി കൊടുത്താൽ നമുക്ക് ആവശ്യമുള്ള കാശ് കിട്ടും. വാശാനെ, വാ വാ. ആ കള്ളക്കടത്തുകാരൻ നിന്ന് കെട്ട് അയാൾ പറഞ്ഞ കാറുകാരൻ തന്നെ ഏൽപ്പിച്ചു. പക്ഷേ പെട്ടെന്ന് ആ കാർ പോലീസ് വളഞ്ഞു. അവരുടെ വെടിയേറ്റ് ഒരു പോലീസുകാരൻ മരിക്കുകയും ചെയ്തു. ഇതൊക്കെ ചെയ്യാൻ കുഞ്ഞാലിക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇന്ന് എന്നെ കുറ്റവാളി എന്ന് വിളിക്കുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥരെ സൃഷ്ടിക്കാൻ വേണ്ടി എനിക്ക് ആദ്യത്തെ തെറ്റ് ചെയ്യേണ്ടി വന്നു പെങ്ങളെ.